യുകെയിൽ മലയാളികൾക്കിടയിൽ ഗാർഹിക പീഡനവും തുടർന്ന് കേസും ജയിലും നാടുകടത്തലുമൊക്കെ ചർച്ചയാകുമ്പോൾ ഓഫ് ബീറ്റ് പെട്രോൾ പോലീസിന്റെ സാന്നിധ്യവും മലയാളികൾക്ക് വലവിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ. റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലും മാനുഷിക പരിഗണന ലഭിച്ചിരുന്ന പല കേസുകളും ഇപ്പോൾ പോലീസും നിയമ സംവിധാനവും ഒക്കെ കൂടുതൽ കർക്കശ നിലപാടിലേക്ക് നീങ്ങുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ. നിസ്സാര വീട്ടുവഴക്കുകൾ പോലും ഗൗരവമായി പരിഗണിക്കപ്പെടുകയും ജയിൽ ശിക്ഷയും തുടർന്ന് നാടുകടത്തലും ഒക്കെയായി മാറുന്നു എന്നത് UK മലയാളികൾ ബ്രിട്ടീഷ് മലയാളിയിൽ വായിച്ചത് കഴിഞ്ഞ ദിവസമാണ്. തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഭാര്യ ഭർത്താവിനെ വെട്ടി പരിക്കേൽപ്പിച്ച മട്ടിലുള്ള അസാധാരണ വാർത്തകളും എത്തിയിരുന്നു. ഗൗരവമുള്ള ഒരു കേസ് കയ്യിൽ ലഭിച്ചാൽ നേരെ നാടുകടത്തൽ എന്ന നിലയിലേക്ക് UKയിലെ നിയമ സംവിധാനവും പതുക്കെ മാറുകയാണോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് UKയിൽ മലയാളി സമൂഹത്തിൽ നിന്നും തുടരെ ഗാർഹിക പീഡന പരാതികളും ട്രാഫിക് കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ മലയാളി യുവാവ് അറസ്റ്റിലായത് കമൻട്രിക്ക് അടുത്തുള്ള നനീട്ടണിലാണ്. വാർവിക് പോലീസിന്റെ ഓഫ് ബീറ്റ് പട്രോൾ വിഭാഗം പോലീസ് ഈയിടെയായി കൂടുതൽ പരിശോധനകൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇത്തരം അറസ്റ്റുകൾ ആവർത്തിക്കാൻ സാധ്യത ഏറുകയാണ്. ഇത്തരം പ്രത്യേക പോലീസ് വിഭാഗം പലവട്ടം സ്കൂൾ പരിസരത്തും തിരക്കേറിയ പട്ടണ പ്രദേശത്തുമൊക്കെ നിരീക്ഷണം നടത്തി കാർ ഓടിക്കുന്നയാൾ UKയിലെ ഡ്രൈവിംഗ് രീതികളല്ല പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കിയാണ് പിടികൂടുന്നത്. സിഗ്നലുകൾ ഇടാതെയും മറ്റു ഡ്രൈവർമാർക്ക് പരിഗണന നൽകാതെയും തെറ്റായ പാർക്കിങ്ങിലുമൊക്കെയാണ് പലപ്പോഴും കുടിയേറ്റക്കാരായ ഡ്രൈവർമാർ കുടുങ്ങുന്നത്. പോലീസ് പിടികൂടുന്ന ഇത്തരക്കാർക്ക് മിക്കപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകില്ല എന്നത് നനീട്ടണിലെ അറസ്റ്റിലും ആവർത്തിച്ചിരിക്കുകയാണ്. കാറിൽ കുട്ടികളുണ്ടെങ്കിൽ പുറകിലിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതും പോലീസിന്റെ പട്രോൾ വിഭാഗത്തിന് മുന്നിൽ നിഷ്പ്രയാസം കുടുങ്ങാൻ ഉള്ള മറ്റൊരു കാരണമാണ്. ക്ലിയർ വേ, ബോക്സ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മര്യാദ പാലിക്കാതെ നടത്തുന്ന ഡ്രൈവിംഗും അതിവേഗത്തിൽ നോട്ടപ്പുള്ളിയായി മാറാൻ കാരണമാവുകയും ചെയ്യും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അനേകം ഡ്രൈവർമാരെയാണ് വാർവിക് പോലീസ് കുടുക്കിയത്. കുട്ടികളെ സ്കൂളിൽ വിടുവാനും തിരികെ എടുക്കുവാനും വന്ന മലയാളികളുടെ ഫോക്സ് വാഗൺ കാറിനെ തുടർച്ചയായി നിരീക്ഷിച്ചാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. വാഹനം ഓടിക്കുന്നതിലെ പരിചയക്കുറവും പാർക്കിംഗ് പിഴയും ഒക്കെ ഇത്തരം ഡ്രൈവർമാരെ കുടുക്കാൻ പോലീസിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. UKയിലെത്തി ഇന്റർനാഷണൽ ലൈസൻസിന്റെ ബലത്തിൽ കാറുകൾ ഓടിക്കുന്നവർ 12 മാസം കഴിഞ്ഞാൽ കുടുങ്ങും എന്ന് തന്നെയാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. മുൻകാലങ്ങളിലും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പോലീസ് കർക്കശ സ്വഭാവത്തോടെ യാതൊരു വിട്ടുവീഴ്ചയും നൽകാതെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അശ്രദ്ധമായ ഡ്രൈവിംഗ് രീതികൾ തന്നെയാണ് ഇത്തരത്തിൽ UKയിൽ മലയാളികളെ കൊണ്ടുപെടുത്തുന്നത്. കർക്കശമായ രീതികൾ തന്നെയാണ് അവിടെ പിന്തുടരുന്നത് എന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പിഴകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.